everyone, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്ട്രെച്ച് മാർക്ക് പോകാനായിട്ട് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ക്രീംസും തേക്കാണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെയുള്ള കുറേ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് നാച്ചുറലി തന്നെ നമുക്ക് സ്ട്രെച്ച് മാർക്ക് നന്നായിട്ട് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് വേഗം ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ സ്ട്രെച്ച് മാർക്ക് പല രീതിയിൽ വരാറുണ്ട്. ചിലത് കൈകളുടെ താഴെയായിട്ട് വരാറുണ്ട്, പിന്നെ അതല്ലെങ്കിൽ തൊടയുടെ ഇടയിലായിട്ടൊക്കെ വരാറുണ്ട്. പലർക്കും പല രീതിയിൽ വരാം. നോർമലി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആഫ്റ്റർ ഡെലിവറിക്കാണ് ഈ ഒരു സ്ട്രെച്ച് മാർക്ക് കൂടുതലായിട്ട് വന്നത്. വയറിന് ചുറ്റും വരാറുണ്ട്. അപ്പൊ ഇത് പോകാനായിട്ട് വന്നു കഴിഞ്ഞാൽ പോകാൻ കുറെ പാടാണ്. അപ്പൊ പലരും പല ക്രീംസും കാര്യങ്ങളൊക്കെ തേക്കും, പക്ഷെ അങ്ങനെ പെട്ടെന്നൊന്നും ഇത് പോകില്ല. അപ്പൊ നമുക്കിതെല്ലാം ഒരു ക്രീമോ ഒന്നും തേക്കാതെ തന്നെ നാച്ചുറലി നമുക്ക് എങ്ങനെ അത് മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നവരാണ്. നമ്മൾ കുളിക്കുമ്പോഴെല്ലാം നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് കുളിക്കുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ വെളിച്ചെണ്ണ സ്ട്രെച്ച് മാർക്ക് ഉള്ള എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നന്നായിട്ട് നമുക്ക് വയറിന് ചുറ്റുമാണെങ്കിൽ അവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ഒക്കെ ചെയ്യാട്ടോ. നൈറ്റിൽ ചെയ്യാം, കിടക്കുന്നതിന് മുന്നേ ചെയ്യാട്ടോ. കിടക്കുന്നതിന് മുന്നേ ചിലവർക്ക് അത് ഇതാവണമെന്നില്ല. കാരണം വെളിച്ചെണ്ണ മേത്തൊക്കെ ആവുമ്പോൾ ചിലവർക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും. അപ്പൊ അതിലും കുറച്ചും കൂടി നല്ലത് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ മുമ്പ് ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പൊ അത് ഫസ്റ്റ് ടിപ്പാണ്. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ആലോവേര ജെല്ല് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നമുക്കറിയാം ആലോവേര ജെല്ല് നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ ആലോവേര ജെല്ലിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചും യൂസസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എന്റെ ചാനലിൽ റീസെന്റ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം. നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓർഗാനിക് ആയിട്ടുള്ള ആലോവേര ജെല്ല് എടുക്കാം കേട്ടോ. ഒരു പീസ് എടുത്തിട്ട് നമ്മൾ കിടക്കുന്നതിന് മുന്നേ നൈറ്റിൽ ജസ്റ്റ് നമ്മുടെ സ്ട്രെച്ച് മാർക്ക് ഉള്ള എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നന്നായി ചെയ്ത് കൊടുക്കാം. ഇത് ഡെയിലി ചെയ്യാം, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാട്ടോ. എന്ത് സാധനമാണെങ്കിലും ഇപ്പൊ നമ്മൾ ഹോം റെമഡീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ അതിന്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടുള്ളൂ. കുറച്ച് വൈകിയാണെങ്കിലും റിസൾട്ട് ഉണ്ടാവും, പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സൈഡ് എഫക്റ്റും വരുമെന്നുള്ള ഒരു പേടി വേണ്ട. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇത് നല്ല എഫക്റ്റീവ് ആണ്. നമുക്കറിയാം മുഖത്തെ കറുത്ത പാടുകൾ പോകാനായിട്ട്, പിഗ്മെന്റേഷൻ, ടാൻ എന്നിവയുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് അലോവേര ജെല്ലിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ട്രെച്ച് മാർക്ക് പോകാനായിട്ട് നമുക്ക് അലോവേര യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്ത് നോക്കാം. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒലിവ് ഓയിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒലിവ് ഓയിൽ നമുക്കറിയാം നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ കിട്ടാനായിട്ടും ഒരു നാച്ചുറൽ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഒലിവ് ഓയിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ സ്ട്രെച്ച് മാർക്ക് ഉള്ളിടത്ത് നൈറ്റിൽ ചെയ്താൽ മതി കേട്ടോ. സ്ട്രെച്ച് മാർക്ക് ഉള്ളിടത്ത് നമുക്കൊന്ന് ഒരു 2 ഡ്രോപ്സ് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ എല്ലാം കൂടി ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യട്ടെ. ഏതാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഒരു 2-3 വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. എങ്കിലും മാത്രമേ ഇതിന്റെ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. മേ ബി നിങ്ങൾ ഒരു ക്രീം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയായിരിക്കും. ബട്ട് അതിന്റെ സൈഡ് എഫക്ട് നിങ്ങൾക്ക് പതിയെ പറയേ വരും. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പൊ എല്ലാവരും ക്രീമിന്റെ മറ്റു രീതിയിലൊക്കെ പോകും. അപ്പൊ ഈ ഒരു റെമഡീസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് സൈഡ് എഫക്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല. അതാണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഒരു 3 ടിപ്സ് ഭയങ്കര എഫക്റ്റീവ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാട്ടോ. ഒരു 2-3 വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് ആണ്. സോ ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്തിട്ടാണെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നല്ലൊരു കണ്ടന്റ് ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.